ഹായ് ഡിയർ ഫ്രണ്ട്സ്, അസ്സലാമു അലൈക്കും. നമസ്കാരം. ഇന്നത്തെ വീഡിയോ എന്ന് പറയുന്നത് ഈദിൻ്റെ കുറച്ച് ഒരുക്കങ്ങളായിട്ടാണ് വന്നിട്ടുള്ളത്. ചെറിയ ഷോപ്പിങ്ങും അതുപോലെ തന്നെ സ്വീറ്റ്സ് ഉണ്ടാക്കുന്നതൊക്കെ കുറച്ച് വിശേഷങ്ങളൊക്കെ ആയിട്ടാണ് വന്നിട്ടുള്ളത്. അപ്പോൾ നിങ്ങൾ എന്തായാലും വീഡിയോ കണ്ടു നോക്കുക. അപ്പോൾ അഡ്വാൻസ് ഈദ് മുബാറക് ടു ഓൾ. അപ്പോൾ ഇന്ന് കുട്ടികൾക്ക് സ്കൂൾ ക്ലോസ് ചെയ്യാണ് കേട്ടോ. അപ്പം അവർ വരുമ്പോഴത്തേക്ക് ഒരു അടിപൊളി പിസ്സ ഉണ്ടാക്കിയൊക്കെ വിചാരിച്ചു. അവർക്ക് ഫേവറേറ്റ് ആയിട്ടുള്ളതാണ്, എല്ലാവർക്കും ഇഷ്ടമാണ് പിസ്സ. പിന്നെ നമ്മൾ മൈ ഫിറ്റ്നസിൻ്റെ ബാർബിക്യൂ പീനട്ട് ബട്ടർ വെച്ചിട്ടാണ് പിസ്സ ഉണ്ടാക്കുന്നത്. ഇത് അതുപോലെ ഷെസ്വാൻ പീനട്ട് ബട്ടറാണ്. അപ്പം നമ്മൾ ബാർബിക്യൂ പീനട്ട് ബട്ടറാണ് ഇന്ന് എടുക്കുന്നത്. ഇത് മൈ ഫിറ്റ്നസിൻ്റെ പുതിയ 2 ഫ്ലേവേഴ്സ് അവർ ലോഞ്ച് ചെയ്തതാണ്. അവരുടെ മൈ ഫിറ്റ്നസ് എന്ന് പറഞ്ഞാൽ നിങ്ങൾക്ക് അറിയുന്നുണ്ടാവുമല്ലോ, ഒരു ഇന്ത്യയിലെ തന്നെ ബെസ്റ്റ് സെല്ലിംഗ് പീനട്ട് ബട്ടർ ബ്രാൻഡാണ്. അപ്പോൾ അവരുടെ ഒരുപാട് ടൈപ്പ് ഓഫ് പീനട്ട് ബട്ടർ ഇപ്പോൾ അവൈലബിൾ ആണ്. പല ഫ്ലേവേഴ്സിലും അതുപോലെ തന്നെ പല സ്ട്രക്ചറിലുള്ള പീനട്ട് ബട്ടർ അവൈലബിൾ ആണ് കേട്ടോ. അപ്പോൾ ഇത് സ്മൂത്ത് ആയിട്ടുള്ള ഒരു പീനട്ട് ബട്ടറാണ്. നമുക്ക് ക്രിസ്പി സ്മൂത്ത് എന്നൊക്കെ പറഞ്ഞിട്ടുള്ള സ്ട്രക്ചറിലുള്ള പീനട്ട് ബട്ടറുകളൊക്കെ അവൈലബിൾ ആണ് മൈ ഫിറ്റ്നസിൻ്റെ. അപ്പോൾ ഇതൊരു സ്മൂത്ത് സ്ട്രക്ചറിലുള്ള പീനട്ട് ബട്ടറാണ്. നമ്മൾ പിസ്സ ബേസിൽ പിസ്സ സോസ് സ്പ്രെഡ് ചെയ്തിട്ടുണ്ട്. അതിനുശേഷം ഈ ഒരു ബാർബിക്യൂ പീനട്ട് ബട്ടർ അതും കൂടെ സ്പ്രെഡ് ചെയ്ത് കൊടുക്കുന്നുണ്ട്. ഈ ഒരു പീനട്ട് ബട്ടർ കണ്ട് നല്ല സ്മൂത്ത് ആയിട്ടുള്ളതാണ്. അപ്പം 100% പ്രീമിയം ആയിട്ടുള്ള പീനട്ട് യൂസ് ചെയ്തിട്ടാണ് ഈ ഒരു പീനട്ട് ബട്ടർ ഉണ്ടാക്കിയിട്ടുള്ളത്. അതുകൊണ്ട് തന്നെ ഹെൽത്തിയാണ്. ഇതിൻ്റെ ആ ഒരു ബാർബിക്യൂ സ്മോക്കി ഫ്ലേവറിൻ്റെ ആ ഒരു ഫ്യൂഷൻ വന്നുകൊണ്ട് നല്ലൊരു മണവും ടേസ്റ്റും ആണ് കേട്ടോ. ടേസ്റ്റിൻ്റെ കാര്യം മാത്രമല്ല ഹെൽത്തിയുമാണ്. അപ്പോൾ മൈ ഫിറ്റ്നസിൻ്റെ ടാഗ് ലൈൻ തന്നെ വരുന്നത് ഹെൽത്ത് കാ ടേസ്റ്റ് പാർട്ട്ണർ മൈ ഫിറ്റ്നസ് പീനട്ട് ബട്ടർ എന്നാണ്. അപ്പോൾ അതുപോലെ തന്നെ ടേസ്റ്റിയും ഹെൽത്തിയും ആണ് കേട്ടോ. അപ്പോൾ അത് നമ്മളുടെ പിസ്സ ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഇത് ബാർബിക്യൂ ഫ്ലേവേഴ്സൊക്കെ ഇഷ്ടമുള്ളവർക്ക് തീർച്ചയായിട്ടും ഇഷ്ടമാവും കേട്ടോ ഈ ഒരു പീനട്ട് ബട്ടറിൻ്റെ ടേസ്റ്റ്. പിന്നെ ഇത് പ്രോട്ടീന് നിലക്കടല കൊണ്ട് ഉണ്ടാക്കണോണ്ട് തന്നെ പ്രോട്ടീന് ധാരാളം അടങ്ങിയിട്ടുണ്ട്. അതുപോലെ തന്നെ ഹെൽത്തി ഫാറ്റ്സും ഇൻക്ലൂഡ് ആയിട്ടുണ്ട്. അപ്പോൾ അത് കുട്ടികൾക്കൊക്കെ നല്ലോണം ഇഷ്ടമായിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ഇത് ഗ്ലൂട്ടൻ ഫ്രീ ആണ്, വേഗൻ ആണ്, അതുപോലെ തന്നെ കീറ്റോ ഫ്രണ്ട്ലിയും കൂടെയാണ്. അപ്പം നിങ്ങൾക്ക് മൈ ഫിറ്റ്നസിൻ്റെ പീനട്ട് ബട്ടർ ആവശ്യമുണ്ടെങ്കിൽ നിങ്ങൾക്ക് അവരുടെ വെബ്സൈറ്റിൽ നിന്ന് വാങ്ങിക്കാം കേട്ടോ. www.myfitness.in എന്ന് പറഞ്ഞിട്ടുള്ള വെബ്സൈറ്റിൽ കയറി കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഈ ഒരു പ്രൊഡക്റ്റൊക്കെ പർച്ചേസ് ചെയ്യാൻ വേണ്ടിയിട്ട് പറ്റും. എങ്ങനെയുണ്ട് ഷീസ? ഇനി നമുക്ക് ചെറിയ ഷോപ്പിംഗ് വിശേഷങ്ങൾ കാണാം അല്ലേ. അപ്പോൾ ഞാൻ തലേ ദിവസം ഷോപ്പിങ്ങിന് വേണ്ടിയിട്ട് ഇറങ്ങിയിട്ടുണ്ടായിരുന്നു. ഞങ്ങൾ ഓട്ടോയിലെടുത്ത് പോയി കഴിഞ്ഞാൽ ആണുങ്ങളാകുമ്പോൾ വെയിറ്റ് ചെയ്യാനൊക്കെ അവർക്ക് കുറച്ച് ബുദ്ധിമുട്ടാണല്ലോ. അപ്പോൾ ഞങ്ങൾ ഓട്ടോയിൽ അങ്ങനെ പോയി ഞങ്ങൾ സാവകാശം അങ്ങനെ ഷോപ്പിംഗ് ഒക്കെ കഴിഞ്ഞ് വരാൻ വിചാരിച്ചു. അപ്പോൾ കുട്ടികൾക്കൊക്കെ ഓൾറെഡി ഡ്രസ്സ് റഫീഖൊക്കെ കൊണ്ടുവന്നിട്ടുണ്ടായിരുന്നല്ലോ. പക്ഷേ വലിയ കാക്കയും ഡ്രസ്സൊക്കെ എടുത്ത് കൊണ്ടുവന്നിട്ടുണ്ടായിരുന്നു. അപ്പം അത് എക്സ്ചേഞ്ച് ചെയ്യാനൊക്കെ ഉണ്ടായിരുന്നു. എന്താ ഡ്രസ്സ് എന്നുള്ളതൊക്കെ നമുക്ക് അന്നത്തെ ദിവസം കാണാം അല്ലേ. അതുപോലെ ഉപ്പാക്കും എടുക്കാനൊക്കെ ഉണ്ടായിരുന്നു. അപ്പോൾ ഞങ്ങൾ അതൊക്കെ എടുത്തിട്ട് അങ്ങനെ പോകാൻ വേണ്ടിയിട്ട് വന്നതാണ്. ഞങ്ങൾ കുട്ടികൾ തിരിച്ചു വരുമ്പോഴത്തേക്ക് സ്കൂൾ വിട്ട് വരുമ്പോഴത്തേക്ക് തിരിച്ചെത്തണം എന്നൊക്കെ വിചാരിച്ചിട്ടാണ് കേട്ടോ പോയിട്ടുള്ളത്. പക്ഷേ നമ്മൾ ടെക്സ്റ്റൈൽസിലൊക്കെ കയറി കഴിഞ്ഞാൽ അറിയാമല്ലോ, നമുക്ക് ടൈം പോണതേ അറിയൂല. പിന്നെ ആണെങ്കിലോ ടെക്സ്റ്റൈൽസിലൊക്കെ ഭയങ്കര തിരക്കും. എല്ലാവരും ആ ഒരു പെരുന്നാൾ അടുപ്പിച്ചിട്ടുണ്ടാണല്ലോ പർച്ചേസിങ്ങിനൊക്കെ കൂടുതലായിട്ട് വരിക. പിന്നെ ഷേസക്കും അതൊക്കെ ഷോളൊക്കെ എടുക്കാൻ വേണ്ടിയിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതൊക്കെ ഒന്ന് നോക്കുകയാണ്. അങ്ങനെ ഷോളൊക്കെ നോക്കിയതിന് ശേഷം പിന്നെ ഫാൻസിയിൽ കയറി. ഫാൻസി ഫുഡ് വെയർ നോക്കാണ്ടായിരുന്നു. അപ്പോൾ അവിടെ കയറിയതാണ്. അപ്പോൾ ഏത് ചെപ്പലടുത്ത് എന്നുള്ളതൊക്കെ നിങ്ങൾക്ക് ഇതിൻ്റെ അന്ന് കാണിച്ചു തരാം കേട്ടോ. പിന്നെ റിങ്സ് അതുപോലെ തന്നെ ബാംഗിൾസൊക്കെ നോക്കാനുണ്ടായിരുന്നു. റിങ്സ് പിന്നെ എപ്പോഴും പെട്ടെന്ന് തന്നെ കിട്ടലുണ്ട്. ബാംഗിൾസിൻ്റെ കാര്യത്തിലാണ് എൻ്റെ കയ്യിൽ ഒരു വളയും അങ്ങനെ പെട്ടെന്നൊന്നും കൊള്ളൂല കേട്ടോ. നല്ല വട്ടത്തിലുള്ള വള മാത്രമേ എൻ്റെ കയ്യിൽ കൊള്ളുള്ളൂ. അപ്പോൾ പിന്നെ ഫാൻസിന്ന് ഇപ്പോൾ ട്രെൻഡിങ് ആയിട്ടുള്ള ഒരു ടൈപ്പ് ബ്രേസ്ലെറ്റ് ആണല്ലോ ഇത്. അപ്പോൾ ഇതുപോലത്തെ കാണിച്ചു തന്നു. അപ്പോൾ പിന്നെ അത് ഞാൻ എടുക്കാൻ ഉദ്ദേശിച്ചിട്ടില്ലായിരുന്നു, എൻ്റെ അടുത്ത് ഓൾറെഡി ഉണ്ട്.
അതിനിടയിൽ ഷെയ്ക്ക് ഒരു ഡ്രസ്സ് എടുക്കാൻ വേണ്ടിയിട്ടൊക്കെ അപ്പുറത്തൊക്കെ പോയി നോക്കണമൊക്കെ ഉണ്ട്. ഞങ്ങൾ മാക്സിമം ടൈം പെട്ടെന്ന് തന്നെ കഴിക്കാമെന്ന് വിചാരിച്ചിട്ട് അങ്ങനെയൊക്കെ ചെയ്യുന്നുണ്ട്. പക്ഷേ കിട്ടിയില്ല. പിന്നെയും ഞാനും അവളും കൂടെ പിന്നെ നോക്കുകയാണ് കേട്ടോ. അപ്പോൾ എല്ലാവരും ഇതിന് ഡ്രസ്സ് എടുക്കാൻ വന്നതുകൊണ്ട് തന്നെ ടേബിളിൽ തന്നെ ഫുൾ ഡ്രസ്സ് കുഴഞ്ഞ് മറിഞ്ഞ് കിടക്കുന്നുണ്ടായിരുന്നു. അപ്പം ഞങ്ങൾ തന്നെ തപ്പി പിടിച്ചൊക്കെ ഓരോന്നൊക്കെ നോക്കുകയാണ്. അങ്ങനെ ഫൈനലി ഒരു ഡ്രസ്സൊക്കെ എടുത്തു. അപ്പം ഏത് ഡ്രസ്സാണെന്നുള്ളതൊക്കെ നമുക്ക് ഈദിൻ്റെ അന്ന് കാണാം അല്ലേ. അങ്ങനെ ഞങ്ങളുടെ ഇവിടുത്തെ ഷോപ്പിംഗ് കഴിഞ്ഞു. അപ്പോൾ അന്നത്തെ ദിവസം നമ്മളുടെ ഒരുപാട് സബ്സ്ക്രൈബേഴ്സിനെയൊക്കെ അവിടുന്ന് കണ്ടിട്ടുണ്ടായിരുന്നു കേട്ടോ. അങ്ങനെ നമ്മൾ ബില്ലാക്കി കഴിഞ്ഞപ്പോൾ നമുക്ക് ഈ ഒരു ഭാഗ്യചക്രമൊക്കെ തിരിക്കാനുള്ള ഒരു അത്രയും ബില്ലുണ്ടായിരുന്നു. അപ്പോൾ പിന്നെ അതൊക്കെ കറക്കി അതിലുള്ള ഗിഫ്റ്റൊക്കെ കിട്ടിയിട്ടുണ്ടായിരുന്നു കേട്ടോ. ഷേക്ക് കിട്ടിയതൊരു ബാത്ത് ടവലാണ് കേട്ടോ. അപ്പം അവിടുന്ന് നമ്മൾ കുറേ പേരെ കണ്ടിരുന്നു. എൻ്റെ കസിനും അമ്മായിയും ഓരോ മക്കളും മരുമക്കളൊക്കെ ഉണ്ടായിരുന്നു കേട്ടോ. അങ്ങനെ ഞങ്ങൾ അടുത്തത് പുഡിംഗ് ഉണ്ടാക്കാൻ വേണ്ടിയിട്ടുള്ള സാധനങ്ങളൊക്കെ വാങ്ങാൻ വേണ്ടിയിട്ട് പോവുകയാണ്. അപ്പം അന്നത്തെ ദിവസം കുറച്ച് മഴയൊക്കെ ഉണ്ടായിരുന്നു. അപ്പോൾ നമ്മൾ 2 ടൈപ്പ് പുഡിങ്ങാണ് ഉണ്ടാക്കാൻ ഉദ്ദേശിച്ചിട്ടുള്ളത്. ഒന്ന് ബട്ടർ സ്കോച്ച് പുഡിങ്ങും അതുപോലെ ഒരു സിമ്പിളായിട്ടുള്ള ഒരു ചോക്ലേറ്റ് പുഡിങ്ങുമാണ് ഉണ്ടാക്കുന്നത്. അപ്പം ഈസി റെസിപ്പിയാണ് കേട്ടോ കാണിക്കുന്നത്. പിന്നെ ഇതാ മൈലാഞ്ചി എടുക്കുകയാണ്. മൈലാഞ്ചി നമുക്ക് എന്തായാലും ഇതിന് ആവശ്യമുള്ളതാണല്ലോ. അപ്പോൾ കണ്ടപ്പോൾ ഞങ്ങൾ അത് കൊടുത്തു. അങ്ങനെ ഞങ്ങളുടെ അവിടുത്തെ ഷോപ്പിങ്ങും കഴിഞ്ഞു കേട്ടോ. അപ്പം ഞങ്ങൾ ഒരുവിധം നല്ലോണം തന്നെ ടയേർഡായിട്ടുണ്ട്. അപ്പോൾ അവിടെ തന്നെയുള്ള ടീ ഷോപ്പിൽ നിന്ന് നമ്മൾ ടീയും അതുപോലെ സാൻഡ്വിച്ചും കാര്യങ്ങളൊക്കെ കഴിച്ചു കേട്ടോ. കുട്ടികളൊക്കെ സ്കൂൾ വിട്ടിട്ട് അവിടെ എത്തിയിട്ടുണ്ട് എന്നൊക്കെ പറഞ്ഞു. അങ്ങനെ അവരങ്ങനെ ഫുട്ബോൾ ക്യാമ്പിനൊക്കെ പോയിട്ടുണ്ട് ആൺകുട്ടികൾ. അങ്ങനെ ഞങ്ങളുടെ ഷോപ്പിങ്ങും കാര്യങ്ങളൊക്കെ കഴിഞ്ഞിട്ട് ഞങ്ങൾ നല്ലോണം ഒന്ന് റിലാക്സ് ചെയ്തിട്ട് തന്നെ ചായ കുടിച്ചു കേട്ടോ. കാരണം കുട്ടികൾ ഫുട്ബോൾ ക്യാമ്പ് കഴിഞ്ഞിട്ട് എടുക്കാൻ വരുന്ന സമയത്ത് ഞങ്ങളെയും പിക്ക് ചെയ്യാന്നുള്ളതാണ് പറഞ്ഞിട്ടുണ്ടായിരുന്നത്. ഇപ്പോൾ റഫിഖാക്കയാണ് വന്നിട്ടുണ്ടായിരുന്നത് കേട്ടോ. അസ്കർക്ക് കോളേജിൽ പോയതായിരുന്നു. അപ്പോൾ നമുക്കിനി പുഡിങ്ങിൻ്റെ പ്രിപ്പറേഷൻ തുടങ്ങാം അല്ലേ. പുഡിങ്ങിന് വേണ്ടിയിട്ട് ആദ്യം നമ്മൾ ചോക്ലേറ്റ് പുഡിങ്ങാണ് ഉണ്ടാക്കുന്നത്. അപ്പോൾ അതിന് വേണ്ടിയിട്ട് 10 ഗ്രാം ചൈന ഗ്രാസ് 1 കപ്പ് വെള്ളത്തിലൊന്ന് സോക്ക് ചെയ്യാൻ വേണ്ടിയിട്ട് വെക്കുന്നുണ്ട്. ഇതൊരു ഈസി റെസിപ്പിയാണ് കേട്ടോ. നമുക്ക് ആർക്കും പെട്ടെന്ന് തന്നെ ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് പറ്റുന്ന ഒരു റെസിപ്പിയാണ്. ഇനി നമുക്ക് ഒരു പാക്ക് പാൽ, അതായത് 500 ml പാല് വേണം. പിന്നെ അതിലേക്ക് കുറച്ച് കൊക്കോ പൗഡർ ഒന്ന് മിക്സ് ചെയ്തിട്ട് ഒഴിച്ചു കൊടുക്കണം. കൊക്കോ പൗഡർ നിങ്ങൾക്ക് എത്രത്തോളം ഫ്ലേവർ ഇഷ്ടമാണോ അതൊക്കെ ചേർക്കുക. ഇവിടെ കുട്ടികൾക്ക് നല്ല ഇഷ്ടമാണ് ചോക്ലേറ്റിൻ്റെ ഫ്ലേവർ. അപ്പോൾ ഇതാ കൊക്കോ പൗഡർ നന്നായിട്ട് മിക്സ് ചെയ്തിട്ട് ഇതിലേക്ക് ചേർക്കുന്നുണ്ട് പാലിലേക്ക്. എന്നിട്ട് നന്നായിട്ട് ഇളക്കി കൊടുക്കുന്നുണ്ട്. ഇനി നമുക്കിത് തിളപ്പിച്ചെടുക്കണം. പുറത്ത് നല്ല മഴയാണ് കേട്ടോ. അപ്പോൾ ഇനി ഇത് തിളക്കുന്ന സമയമാകുമ്പോഴത്തേക്ക് നമുക്ക് ചൈന ഗ്രാസും കൂടെ ഒന്ന് മെൽറ്റാക്കി എടുക്കാം. പാലിൻ്റെയും കൊക്കോ പൗഡറിൻ്റെയും ഈ ഒരു മിക്സ് തിളച്ചിട്ടുണ്ട് കേട്ടോ. ഇതിലേക്ക് 1 ടിന്ന് കണ്ടൻസ്ഡ് മിൽക്ക് ഒഴിക്കുന്നുണ്ട്. പിന്നെ ഒരു 1/4 ടീസ്പൂണോളം വാനില എസൻസ് ഒഴിച്ചു കൊടുത്തു. ഇനി ഇതിലേക്ക് മെൽറ്റായിട്ടുള്ള ചൈന ഗ്രാസ് ഒഴിച്ചു കൊടുക്കുകയാണ്. ഇങ്ങനെ അരിച്ചെടുക്കണം എന്നൊന്നുമില്ല, ഞാൻ എന്നാലും കട്ടയൊക്കെ ഒന്ന് ഉടഞ്ഞു കിട്ടാൻ വേണ്ടിയിട്ട് അരിച്ചെടുത്തിട്ടാണ് ഒഴിച്ചിട്ടുള്ളത്. ഇനി ഇത് നന്നായിട്ട് മിക്സ് ചെയ്തതിന് ശേഷം സ്റ്റൗ ഓഫ് ചെയ്തിട്ട് ഇത് തണുക്കാൻ വേണ്ടിയിട്ട് വെക്കണം. അപ്പോൾ നിങ്ങൾക്ക് ഇതിൽ കൊക്കോ പൗഡറിന് പകരം കോമ്പൗണ്ട് ചോക്ലേറ്റ് മെൽറ്റ് ആക്കിയിട്ടോ ഇല്ലെങ്കിൽ ന്യൂട്ടലൊക്കെ ചേർക്കാൻ വേണ്ടിയിട്ട് പറ്റും കേട്ടോ. ഇത് നമുക്ക് ചീപ്പ് ആൻഡ് ഈസി മെത്തേഡാണ് ഇപ്പോൾ ഈ കാണിച്ചിട്ടുള്ളത്. അപ്പോൾ ഇത് പുഡിംഗ് ട്രേക്ക് ഒഴിച്ചു കൊടുത്തിട്ടുണ്ട്. ഇനി അത് ഗാർണിഷ് ചെയ്യാൻ വേണ്ടിയിട്ടുള്ളൂ. അപ്പോൾ അതിനിടയ്ക്ക് നമുക്ക് അടുത്ത പുഡിങ്ങിന് വേണ്ടിയിട്ടുള്ള ചൈന ഗ്രാസ് ഒന്ന്
സോക്ക് ചെയ്യാൻ വേണ്ടിയിട്ട് വെക്കാം. ഇത് കൊക്കോ പൗഡർ ജസ്റ്റ് ഒന്ന് ഇങ്ങനെ ഇതിൻ്റെ മുകളിൽ സ്പ്രെഡ് ചെയ്ത് കൊടുക്കുകയാണ്. നിങ്ങൾക്ക് ഇഷ്ടമുള്ള പോലെ ഗാർണിഷ് ചെയ്യാൻ വേണ്ടിയിട്ട് പറ്റും കേട്ടോ. പിന്നെ ഇത് ചോക്ലേറ്റ് ചിപ്സാണ്. ഇനി ഇത് തണുത്തതിന് ശേഷം ക്ലിങ് ഫിലിം റാപ്പ് കൊണ്ടൊന്ന് കവർ ചെയ്തിട്ട് ഫ്രിഡ്ജിലേക്ക് വെക്കുകയാണ്. ഇനി നമുക്ക് ഈദിനെടുക്കാമല്ലോ. അപ്പോൾ ഈദിൻ്റെ ഒരു പുഡിങ് റെഡിയായി. നെക്സ്റ്റ് നമുക്ക് ബട്ടർ സ്കോച്ച് പുഡിങ്ങിന് വേണ്ടിയിട്ടുള്ള ഫസ്റ്റത്തെ സ്റ്റെപ്പ് ചെയ്യാം കേട്ടോ. അപ്പോൾ അതിന് വേണ്ടിയിട്ട് 1 കപ്പ് പഞ്ചസാര ഇതുപോലെ പാനിലിട്ടിട്ട് ചെറിയ തീയിലൊന്ന് ഇങ്ങനെ റോസ്റ്റ് ചെയ്തെടുക്കണം. അപ്പോൾ ഇത് തീ കൂടിക്കഴിഞ്ഞാൽ കരിഞ്ഞു പോകും, അതിൻ്റെ ടേസ്റ്റേ മാറിപ്പോവും. അപ്പോൾ അതുകൊണ്ട് നമ്മളിതാ മെല്ലെ മെല്ലെ ഇളക്കി ചെറിയ തീയിൽ ഇളക്കി ഇതുപോലെ മെൽറ്റാക്കി എടുക്കണം. അപ്പോൾ നമ്മളുടെ കാരമൽ സോസ് റെഡിയായി. ഇപ്പോൾ അതിലേക്ക് കുറച്ച് ബട്ടർ ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഇനി ഇതിലേക്ക് കുറച്ച് കാഷ്യൂം കൂടെ ഇട്ടിട്ട് നമുക്കിത് ഒരു പരന്ന പാത്രത്തിലേക്ക് മാറ്റണം. അപ്പോൾ ഞാൻ ബട്ടർ പേപ്പർ വെച്ച് കൊടുക്കുന്നുണ്ട്, നമുക്കത് അടർത്തി മാറ്റാൻ ഈസി ആവാൻ വേണ്ടിയിട്ടാണ്. ഇല്ലെങ്കിൽ പ്ലേറ്റിൽ കുറച്ച് നെയ്യോ എന്തെങ്കിലും ചേർത്താലും മതി. ഇനി ഇത് നമുക്ക് തണുത്തിട്ട് പൊടിച്ചെടുക്കണം. അപ്പോൾ അതൊന്ന് തണുക്കട്ടെ. ഇനി നെക്സ്റ്റ് ഈ സെയിം പാനിൽ തന്നെ ഒരു 3/4 കപ്പ് പഞ്ചസാര ഇതുപോലെ ഒന്ന് മെൽറ്റാക്കി എടുക്കുന്നുണ്ട്. സെയിം മെത്തേഡിൽ തന്നെ മെൽറ്റാക്കി എടുക്കുക. എന്നിട്ട് ഏകദേശം ഒരു 30 ഗ്രാമോളം ബട്ടർ ചേർത്ത് കൊടുക്കുക. എന്നിട്ട് ഇതിലേക്ക് മിൽക്ക് മെയ്ഡ് ഒഴിച്ച് കൊടുക്കുന്നുണ്ട്. എന്നിട്ട് നന്നായിട്ട് മിക്സ് ചെയ്തതിന് ശേഷം ഇതിലേക്ക് ഒരു പാക്ക് പാൽ, അതായത് 500 ml പാല് ചേർത്ത് കൊടുക്കുക. എന്നിട്ട് നന്നായിട്ട് മിക്സ് ചെയ്തെടുക്കുക. ഇതിനിടയിൽ നമുക്ക് മുട്ടയുടെ മഞ്ഞയും വെള്ളയും ഒന്ന് മാറ്റിയെടുക്കണം. 5 മുട്ടയാണ് ആവശ്യമുള്ളത്. 5 മുട്ടയുടെയും വെള്ള നമ്മൾ വേറൊരു ബൗളിലേക്ക് മാറ്റുന്നുണ്ട്, മഞ്ഞ വേറൊരു പാത്രത്തിലേക്ക് മാറ്റിയെടുക്കുന്നുണ്ട്. ഇതാ ഇതുപോലെ മാറ്റിയെടുത്തതിന് ശേഷം മഞ്ഞ നന്നായിട്ട് മിക്സ് ചെയ്തതിന് ശേഷം നമ്മൾ റെഡിയാക്കി വെച്ചിട്ടുള്ള ഈ ഒരു മിക്സിലേക്ക് ഒഴിച്ചു കൊടുക്കണം. ഒഴിച്ചു കൊടുക്കുമ്പോൾ നമ്മൾ നിർത്താതെ ഇളക്കിക്കൊണ്ടേ ഇരിക്കണം കേട്ടോ. ഇത് മുട്ടയുടെ ടേസ്റ്റ് ഒന്നും വരില്ല, നല്ല ടേസ്റ്റ് ഉള്ള ഒരു പുഡിങ്ങാണിത്. എനിക്ക് ഭയങ്കര ഫേവറേറ്റ് ആയിട്ടുള്ളതാണ്. ഇതിലേക്ക് നമുക്ക് മധുരത്തിനനുസരിച്ച് കണ്ടൻസ്ഡ് മിൽക്ക് ചേർത്ത് കൊടുക്കുക. കണ്ടൻസ്ഡ് മിൽക്ക് ഇല്ല എന്നുണ്ടെങ്കിൽ പഞ്ചസാര മാത്രം ചേർത്ത് കൊടുത്താലും നല്ല ടേസ്റ്റാണ്. ഇനി നമ്മൾ 5 ഗ്രാം ചൈന ഗ്രാസ് ഒന്ന് മെൽറ്റാക്കി എടുക്കണം. 5 ഗ്രാമേ എടുത്തിട്ടുള്ളൂ കേട്ടോ. എന്നിട്ട് നമ്മൾ ഈ റെഡിയാക്കി വെച്ചിട്ടുള്ള മിക്സിലേക്ക് ചേർത്ത് കൊടുക്കുക. എന്നിട്ട് മധുരം നോക്കിയിട്ട് നിങ്ങൾക്ക് ഇനിയും വേണം തോന്നുകയാണെങ്കിൽ കണ്ടൻസ്ഡ് മിൽക്ക് ഒഴിച്ച് കൊടുക്കുക. എന്നിട്ട് നമ്മൾ മുട്ടയുടെ വെള്ളം മാറ്റി വെച്ചത് ഇതുപോലെ ഒന്ന് ബീറ്റ് ചെയ്തിട്ട് നന്നായിട്ട് പതപ്പിച്ചെടുക്കുക. അതിനുശേഷം നമ്മൾ റെഡിയാക്കി വെച്ചിട്ടുള്ള കാഷ്യൂം കാരമലും ഉണ്ടല്ലോ, അപ്പോൾ അതൊന്ന് നന്നായിട്ട് പൊടിച്ചെടുക്കുകയും വേണം. അപ്പോൾ ആദ്യം ഒന്ന് ഞാനിതുപോലെ പൊടിച്ചതിന് ശേഷമാണ് മിക്സിയുടെ ജാറിലിട്ടിട്ടൊന്ന് ക്രഷ് ചെയ്തെടുത്തത്. ഇതുപോലെ ചെയ്തിട്ടുണ്ട്. ഇനി മുട്ടയുടെ വെള്ള പതപ്പിച്ച് നമ്മൾ ബട്ടർ സ്കോച്ച് പുഡിങ്ങിൻ്റെ ഈ ഒരു മിക്സിലേക്ക് ചേർത്ത് കൊടുക്കുകയാണ്. എന്നിട്ട് ഈ ഒരു സ്പാച്ചുല വെച്ചിട്ട് ജസ്റ്റ് ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കുകയാണ് വേണ്ടത്. എന്നിട്ട് നമ്മൾ റെഡിയാക്കി വെച്ചിട്ടുള്ള ഈ കാഷ്യൂ കാരമലൊക്കെ പൊടിച്ചുണ്ടല്ലോ, അതും കുറച്ച് ചേർത്തിട്ട് നന്നായിട്ട് മിക്സ് ചെയ്തെടുക്കാം. നല്ല ടേസ്റ്റുള്ള റെസിപ്പിയാണ് കേട്ടോ. എന്തായാലും ഇതൊന്ന് ട്രൈ ചെയ്ത് നോക്കണം. ഇതിനല്ലെങ്കിൽ മറ്റൊരു ദിവസമെങ്കിലും ട്രൈ ചെയ്ത് നോക്കിയിട്ട് എങ്ങനെയുണ്ടെന്ന് അറിയിക്കണം. പിന്നെ നമുക്കിതൊരു ബൗളിലേക്ക് മാറ്റാം. എന്നിട്ട് ഇതിന് മുകളിലായിട്ട് ഈ ഒരു കാഷ്യൂ പൊടിച്ചതൊക്കെ കുറച്ചും കൂടെ ഇട്ടിട്ടൊന്ന് ഗാർണിഷ് ചെയ്തെടുക്കുക. ഈ ഒരു പുഡിങ്ങിൻ്റെ കാര്യത്തിൽ ചൈന ഗ്രാസ് എടുക്കുന്നത് 5 ഗ്രാം മാത്രമാണ് ഒരു പാക്ക് പാലിക്ക്. അതായത് 500 ml പാലിലേക്ക് 5 ഗ്രാം ചൈന ഗ്രാസ് മാത്രമേ എടുക്കുന്നുള്ളൂ. മറ്റുള്ള പുഡിങ്ങിനൊക്കെ ഞാൻ ഒരു പാക്ക് പാലിലേക്ക് 10 ഗ്രാം ചൈന ഗ്രാസ് എടുക്കലുണ്ട്. അപ്പോൾ ഇതാ നമ്മളുടെ രണ്ടാമത്തെ പുഡിങ്ങും റെഡി ആയിട്ടുണ്ട്. അപ്പോൾ ഇത്രയൊക്കെയാണ് ഇന്നത്തെ ഈദിൻ്റെ ഒരുക്കങ്ങളിൽ കാണിക്കാനുള്ളത്. അപ്പോൾ നിങ്ങൾക്ക് വീഡിയോ ഇഷ്ടപ്പെട്ടു എന്ന് വിചാരിക്കുന്നു. റെസിപ്പീസ് ഇഷ്ടപ്പെട്ട് കഴിഞ്ഞാൽ നിങ്ങളുടെ ഫ്രണ്ട്സിനും റിലേറ്റീവ്സിനൊക്കെ ഷെയർ ചെയ്ത് കൊടുക്കുക. അപ്പോൾ ഇനി നമുക്ക് ഈദ് വ്ളോഗായിട്ട് കാണാമല്ലേ, ഇൻഷാ അല്ലാ. അപ്പോൾ എല്ലാവർക്കും ഒരിക്കൽ കൂടെ അഡ്വാൻസ് ഈദ് മുബാറക്. ബൈ.